ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. പാപമുക്തിക്കും സർവാനുഗ്രഹത്തിനും ശിവനെ ആരാധിക്കുന്ന ശിവരാത്രി വരികയാണല്ലോ. ആ ശിവരാത്രിയെപ്പറ്റി തന്നെ ആവട്ടെ ഇന്നത്തെ വീഡിയോ. ഈ ശിവരാത്രിയിൽ ശിവക്ഷേത്രങ്ങളിൽ നടക്കുന്ന യാമപൂജകളെ പറ്റിയും ഈ യാമപൂജകളിൽ പങ്കെടുക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും അതുപോലെ തന്നെ ശിവരാത്രി വ്രതം എടുക്കേണ്ട രീതികളും ഈ ശിവരാത്രി വ്രതം ആരൊക്കെയാണ് എടുക്കേണ്ടത്, ഏതൊക്കെ നക്ഷത്ര ജാതർക്കാണ് ഈ ശിവരാത്രി വ്രതം എടുക്കുന്നതിലൂടെ ഗുണമുണ്ടാകുന്നത് എന്നുമൊക്കെ പരാമർശിക്കുവാൻ ശ്രമിക്കുകയാണ് ഞാനിവിടെ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി നാളിലാണ് മഹാശിവരാത്രി വരുന്നത്. അന്ന് രാത്രി മുഴുവൻ ഉറക്കമുളച്ച് ശിവനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പാപങ്ങളെല്ലാം സൂര്യനെ കണ്ട മഞ്ഞ് പോലെ അലിഞ്ഞില്ലാതാവുന്നതോടൊപ്പം സമ്പത്തും ഐശ്വര്യവും കീർത്തിയുമൊക്കെ വർദ്ധിക്കുമെന്നാണ് ഐതിഹ്യം. കൽപ്പാന്തകോടി കാലങ്ങൾക്ക് മുമ്പ് ദേവാസുരന്മാർ പാലാഴി കടയവേ വാസുകി എന്ന സർപ്പം വിഷം ഛർദ്ദിച്ചു. ഒപ്പം പാലാഴിയിൽ നിന്ന് കാളകൂട വിഷവും ഉണ്ടായി. ഈ ഹലാഹല വിഷത്തിൻ്റെ വീര്യം താങ്ങാനാവാതെ ദേവന്മാരും അസുരന്മാരും ഓടി ഒളിച്ചു. ഭൂലോകവാസികൾ ഒന്നടങ്കം ഉഷ്ണം കൊണ്ടും വിഷത്തിൻ്റെ കാഠിന്യം കൊണ്ടും ചത്തൊടുങ്ങി. ഈ ദുരവസ്ഥ തുടർന്നാൽ ലോകത്ത് ആർക്കും ജീവിച്ചിരിക്കാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ മഹർഷിമാരും ദേവന്മാരും മനസ്സുരുകി ശിവനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന ചെവിക്കൊണ്ട പരമശിവൻ വിഷം മുഴുവൻ തൻ്റെ കയ്യിലെടുത്ത് വായിലേക്ക് ഒഴിച്ചു. വിഷത്തിൻ്റെ കാഠിന്യം താങ്ങാനാവാതെ ശിവൻ കണ്ണുകൾ അടക്കവേ വിഷം പരമേശ്വരൻ്റെ അകത്ത് കടക്കാതിരിക്കാൻ പാർവതീദേവി തൻ്റെ പതിയുടെ കഴുത്ത് ഇറുക്കി പിടിച്ചു. അങ്ങനെ വിഷം അകത്ത് കടക്കാതെ അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ തങ്ങി നിന്നു. അത് കാരണം പരമേശ്വരന് നീലകണ്ഠൻ എന്ന പേരുമുണ്ടായി. ഏകദേശം 4 നാഴിക നേരം മയങ്ങിക്കിടന്ന ശിവൻ മയക്കം തെളിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ലോകമാകെ ഉൾടെ പരമശിവന് വേണ്ടി നമശിവായ മന്ത്രങ്ങളാൽ മുഖരിതമായിരുന്നു. ആ ദിവസമാണ് മഹാശിവരാത്രിയായിട്ട് ആഘോഷിക്കപ്പെടുന്നതെന്ന് ശിവപുരാണങ്ങളിൽ പറയുന്നു. ഈ ദിവസം ശിവക്ഷേത്രങ്ങളിൽ 4 യാമങ്ങളിൽ 4 വേദങ്ങൾ ഓതി പ്രത്യേക പൂജകൾ, അഭിഷേകങ്ങൾ ഇവ നടത്തപ്പെടും. ആ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ തീരാ ദുരിതങ്ങൾ, വ്യാധികൾ, മാനസിക പിരിമുറക്കം, സംഘർഷം എന്നിവയെല്ലാം അകലുമെന്നാണ് വിശ്വാസം. ആദ്യ യാമത്തിൽ ശിവലിംഗത്തിന് പഞ്ചഗവ്യങ്ങളാൽ അഭിഷേകം നടത്തപ്പെടുന്നു. ഈ അഭിഷേകത്താൽ ജനങ്ങളിൽ വ്യാധികൾ അടുക്കുകയില്ല, അവർ ആരോഗ്യമുള്ളവരാവുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒപ്പം താമരപ്പൂക്കളാലും വില്ലുദളങ്ങളാലും അർച്ചന ചെയ്യുന്നു. ചെറുപയറുകൊണ്ടുള്ള പൊങ്കൽ നിവേദിക്കപ്പെടുന്നു. ശിവന് ചന്ദനക്കാപ്പ് അണിയിക്കുന്നു. അത് കാരണം ഉഷ്ണരോഗങ്ങളുണ്ടാവാതെ കാലുകൾ സംരക്ഷിക്കപ്പെടുന്നുവെന്നാണ് വിശ്വാസം. ഈ യാമപൂജയിൽ ഋഗ്വേദം ഓതപ്പെടുന്നു. ശിവപുരാണവും പാരായണം ചെയ്യുന്നു. 2ാം യാമത്തിലാകട്ടെ നാടിൻ്റെ സമൃദ്ധിക്കായിട്ട് പാൽ, ശർക്കര, തൈര്, വെണ്ണ, നെയ്യ് എന്നിവയാൽ അഭിഷേകം ചെയ്യപ്പെടുന്നു. ശൈവവും വൈഷ്ണവവും ഒന്നാണെന്ന് വെളിപ്പെടുത്തുന്ന വിധം തുളസിയും വില്യവും ചേർത്താണ് ശിവന് അലങ്കാരവും അർച്ചനയും നടത്തപ്പെടുന്നത്. പായസം നേദിച്ച് പനിനീരിൽ വെച്ച് കർപ്പൂരം ചേർത്തരച്ച് ശിവന് കാപ്പി ചാർത്തുന്നു. ഈ ആരാധന ജനങ്ങൾക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാക്കുമത്രേ. ഈ യാമത്തിൽ യജുർവേദമാണ് ഓതുന്നത്. ഒപ്പം ശിവനെക്കുറിച്ച് ശിവഭക്ത കവികൾ പാടിയ പാട്ടുകളും ആലപിക്കുന്നു. 3ാം യാമത്തിലാകട്ടെ ശത്രുതകളും വഴക്കുകളും അവസാനിപ്പിച്ച് ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാനായിട്ട് തേൻ അഭിഷേകം നടത്തപ്പെടുന്നു. എള്ള് ചോറ് നേദിക്കുന്നത് അതിവിശേഷമായി കരുതപ്പെടുന്നു. സാമവേദ പാരായണവും തമിഴിൽ മാണിക്യവാസകരുടെ തിരുവാസകവും ഓതുന്നു. തമിഴ്നാട്ടിലെ കാര്യമാണത് പറയുന്നത്. 4ാം യാമത്തിൽ കരിമ്പിൻ നീര് കൊണ്ട് അഭിഷേകം നടത്തപ്പെടുന്നു. ഈ അഭിഷേകം ചെയ്താൽ പാപങ്ങളെല്ലാം അകലുന്നതോടൊപ്പം മുക്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. നന്ദ്യാർവട്ടം, അല്ലി, നീലോൽപ്പലം എന്നിവ കൊണ്ട് അലങ്കാരവും അർച്ചനയും നടത്തപ്പെടുന്നു. നെയ്യ് ചേർത്ത അന്നം നേദിച്ച് പ്രസാദമായി നൽകപ്പെടുന്നു. ഈ അന്നം സേവിച്ചാൽ വളരെ കാലങ്ങളായി പുത്രഭാഗ്യമില്ലാത്തവർക്ക് പോലും സന്താനഭാഗ്യം ഉണ്ടാവുമത്രേ. വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാവുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ യാമപൂജ വേളയിൽ അഥർവവേദമാണ് ഓതുന്നത്. മറ്റ് വ്രതനാളുകളിൽ വ്രതമനുഷ്ഠിക്കാത്തവർ പോലും ശിവരാത്രി ദിവസം വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ടകാര്യസിദ്ധി ഉണ്ടാവും എന്നാണ് വിശ്വാസം. തടസ്സങ്ങളും ദുരിതങ്ങളും അകലും.
ചിട്ടയോടെ വ്രതമനുഷ്ഠിച്ചാൽ ശാന്തിയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമെന്ന് പുരാണങ്ങളിൽ പറയുന്നു. ശിവരാത്രിയുടെ തലേന്ന് തന്നെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കണം. തലേന്ന് രാത്രി മുതലേ വ്രതം ആരംഭിക്കുന്നത് കൊണ്ട് ബ്രഹ്മചര്യം നിർബന്ധം. മാംസാഹാരങ്ങൾ വർജിക്കണം. അടുത്ത ദിവസം അതിരാവിലെ ഉറക്കമുണർന്ന് കുളിച്ച് നെറ്റിയിലും ദേഹത്തുമൊക്കെ ഭസ്മം തൊടണം. ഭസ്മം വെള്ളത്തിൽ ചാലിച്ച് നനച്ച് നെറ്റിയിൽ തൊടുന്നതും അഭികാമ്യമാണ്. ശിവൻ്റെ പഞ്ചാക്ഷര മന്ത്രം ജപിക്കണം. രുദ്രാക്ഷം കൈവശമുള്ളവർക്ക് അത് കയ്യിൽ വെച്ചുകൊണ്ട് 108, 1008 എന്നീ ക്രമങ്ങളിൽ ജപിക്കാം. അതിനുശേഷം ഭക്ഷണമൊന്നും കഴിക്കരുത്. പാല്, പഴം എന്നിവ അല്പം കഴിക്കാം. എന്നാൽ പുളി, ഉപ്പ്, എരിവ് എന്നിവ പാടെ ഒഴിവാക്കണം. കാപ്പി, ചായ ഇവയുമൊക്കെ വർജിക്കേണ്ടതാണ്. അന്നേ ദിവസം മുഴുവൻ ശിവചിന്തയിലായിരിക്കണം. കുറ്റം പറച്ചിൽ, ദേഷ്യപ്പെടൽ എന്നിവയൊക്കെ ഒഴിവാക്കണം. വൈകുന്നേരം ശിവക്ഷേത്രത്തിലെത്തി 4 യാമങ്ങളിലും നടക്കുന്ന അഭിഷേകങ്ങളിലും പൂജകളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. അതിന് കഴിയാത്തവർ വീട്ടിൽ തന്നെ പൂജിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാവേളയിൽ ശിവശ്ലോകങ്ങൾ പാരായണം ചെയ്യണം. ഈ വിധം ഒരു ദിവസം പൂർണ്ണമായും പട്ടിണി ഇരിക്കാനാവാത്തവർക്ക് ഇടയ്ക്ക് ശിവന് നിവേദ്യം കഴിഞ്ഞ ശേഷം ഇളനീര്, പാല് എന്നിവയൊക്കെ കുടിക്കാം. രാത്രി നടക്കുന്ന യാമപൂജയ്ക്കിടയിൽ നൽകപ്പെടുന്ന പ്രസാദങ്ങളും സേവിക്കാം. പൂജ കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷവും തലേ ദിവസത്തെ പോലെ വ്രതമാചരിക്കണം. വീട്ടിൽ പൂജ ചെയ്യുന്നവർ 4ാം യാമമായ രാത്രി 1 മണി വരെ ഉണർന്നിരുന്ന് വേണം പൂജിക്കേണ്ടത്. ശിവരാത്രി മൊത്തം വ്രതമെടുക്കുന്നവരുമുണ്ട്. അത് ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യുക. അടുത്ത ദിവസം അതിരാവിലെ ഉണർന്ന് ഉറങ്ങുന്നവരാണെങ്കിൽ 108 പ്രാവശ്യം പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് വ്രതം പൂർത്തിയാക്കണം. അതിനുശേഷം പതിവ് പോലെ ഭക്ഷണം കഴിക്കാം. എന്നാൽ അന്നും മാംസാഹാരങ്ങൾ വർജിക്കണമെന്ന് നിർബന്ധം. 2025 ശിവരാത്രി കുംഭമാസം ചതുർദശി വരുന്ന ഫെബ്രുവരി 26-നാണ്. ഈ ഒരു ദിവസം ശിവരാത്രി വ്രതമെടുക്കേണ്ടതും ശിവനെ ഭജിക്കേണ്ടതും ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തേണ്ടതുമായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ശനി കണ്ടകനായിട്ടും 7 ശനിയായിട്ടും അഷ്ടമശനിയായിട്ടും നിൽക്കുന്ന നക്ഷത്ര ജാതർ ശിവനെ ഭജിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ശനിദോഷത്തിൽ നിന്നും ഒരു കുറവ് വരും എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ തന്നെ നമുക്കറിയാം, മാർച്ച് 29-ന് ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ ഈ മീനം രാശിയിലെ ശനിയുടെ സ്ഥിതി ചില നക്ഷത്രക്കാർക്ക് 7 മറ്റു ചിലർക്ക് കണ്ടകനായിട്ടും അഷ്ടമശനിയായിട്ടുമൊക്കെ രൂപാന്തരപ്പെടുന്നു. അപ്പോൾ ശനി ഇങ്ങനെ മീനത്തിൽ നിൽക്കുന്നത് കൊണ്ട് ശനി ആ മീനത്തിന് തൊട്ട് മുമ്പുള്ള കുംഭൻ രാശി ജാതർക്ക് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന 7 ശനിയുടെ അവസാനത്തെ 2.5 വർഷമാണ് ഇനി അനുഭവിക്കാനുള്ളത്. അപ്പോൾ കുംഭക്കൂറിൽപ്പെട്ട അവിട്ട 3, 4 പാദം നക്ഷത്ര ജാതർക്കും ചതയം, പൂരിട്ടാതി 1, 2, 3 പാദം നക്ഷത്ര ജാതർക്കുമാണ് ശിവരാത്രിയിൽ ശിവനെ ഭജിക്കുന്നത് നന്നായിരിക്കും. മീനക്കൂറിൽ ഉള്ള പൂരിട്ടാതി 2, 3, 4 പാദം ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതർക്കും ശിവഭജനം എന്തുകൊണ്ടും നല്ലതാണ്. അവർക്ക് അവരുടെ ജന്മത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ മേടം രാശി ജാതർക്ക് ഈ ശനിമാറ്റത്തോടു കൂടി അവരും 7 ശനിയുടെ പിടിയിലായി. അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം നക്ഷത്ര ജാതരാണ് ഇക്കൂട്ടർ. ആദ്യത്തെ 7 ശനിയുടെ ആദ്യത്തെ 2.5 വർഷമാണ് അവർക്ക് ശനിദോഷം വരുന്നത്. അപ്പോൾ ഈ ശനി ദോഷകാരനാവാതെ ഇരുന്ന് ശനിയുടെ ദോഷത്തിൽ നിന്നൊരു കുറവ് വരുത്തുവാൻ ഇവർക്ക് ശിവഭജനം എന്തുകൊണ്ടും നന്നായിരിക്കും. ശിവരാത്രി വ്രതം എടുക്കാൻ പറ്റുന്നവർ ശിവരാത്രി വ്രതം എടുക്കുക, അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വേണ്ട വഴിപാടുകൾ നടത്തുക. പിന്നെ ഇനി കണ്ടകശനിയെ ചിന്തിക്കാം. അതായത് മീനത്തിലെ ശനിയുടെ സ്ഥിതി ധനു രാശി ജാതർക്ക് കണ്ടകശനിയായിട്ട് അനുഭവപ്പെടും. അത് മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം നക്ഷത്ര ജാതർക്കാണ് ഇങ്ങനെ ഉള്ള ആ ഒരു ദോഷസ്ഥിതി വരുന്നത്. പിന്നെ അപ്പോൾ അവർക്കും ഇങ്ങനെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശിവരാത്രി വ്രതം എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യുകയും ഒക്കെ ആവാം. അത് അവർക്ക് ആ ഒരു ദോഷം, അതായത് അവർക്ക് അവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഈ ശനിദോഷം ഉണ്ടാക്കിയേക്കും. അതൊക്കെ മാറ്റിയെടുക്കാം. പിന്നെ ഇനി കന്നിക്കൂറിൽപ്പെട്ട ഉത്രം 2, 3, 4 പാദം നക്ഷത്ര ജാതർക്കും അത്തം, ചിത്തിര 1, 2 പാദം നക്ഷത്ര ജാതർക്കും അവരുടെ 7-ലെ ശനിയുടെ സ്ഥിതി മൂലം അവരുടെ പങ്കാളികൾക്കുണ്ടാകുന്ന വിഷമങ്ങൾക്ക്
അത് ജീവിത പങ്കാളികൾക്കാവാം, അതുപോലെ ബിസിനസ്സിലെ ആ ഒരു പങ്കാളികൾക്കും, അങ്ങനെ കൂട്ടുകച്ചവടമൊക്കെ നടത്തുന്നവർക്കും അങ്ങനെയൊക്കെയുള്ള ഒരു എന്തെങ്കിലുമൊക്കെ അലച്ചിൽ അവർക്കും വരുവാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് ഇവരും ക്ഷേത്രം ദർശിക്കുകയും ശിവനെ ഭജിക്കുകയും ശിവരാത്രി വ്രതം എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ അടുത്തത് മിഥുനം രാശി ജാതർക്ക്, അവർക്ക് തൊഴിലിൻ്റെ സ്ഥാനത്താണ് ശനി വരുന്നത്. അവരുടെ കർമ്മസ്ഥാനത്ത് ഇങ്ങനെ ശനി കണ്ടകനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ദോഷം മാറുവാൻ വേണ്ടി ഇവരും ശിവരാത്രി വ്രതം എടുക്കുകയും അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ശിവനെ ഭജിക്കുകയും ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ അടുത്ത ഇനിയൊരു കൂട്ടരെ പറയേണ്ടത് ചിങ്ങം രാശി ജാതർക്കാണ്. ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രം, ഒന്നിൻ്റെ നക്ഷത്ര ജാതർക്കാണ് ഇങ്ങനെ അഷ്ടമശനിയായിട്ട്, അവരുടെ അഷ്ടമത്തിലാണ് ശനിയുടെ സ്ഥിതി. അത് അവർക്ക് ആരോഗ്യാദി ക്ലേശങ്ങൾക്കൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത കണക്കിലെടുത്ത് ഇവരും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വേണ്ട വഴിപാടുകൾ നടത്തുകയും അല്ലെങ്കിൽ ശിവരാത്രി വ്രതം എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഉചിതമായിരിക്കും. ഇങ്ങനെ ശനിബാധയിൽ നിന്നും സ്വന്തം പുത്രനായ ശ്രീ മുരുകനെ രക്ഷിച്ച ഒരു കഥ ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ ശിവരാത്രി ദിവസം നടക്കുന്ന ആലപ്പാട്ടുകാരുടെ ഒരു ചടങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതെന്തെന്നാൽ ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ ശിവരാത്രി ദിവസം നടക്കുന്ന ആലപ്പാട്ടുകാരുടെ പലിശം വെപ്പ് എന്ന ചടങ്ങ് ആണ് അത്. മുത്തരയ്യൻ എന്ന രാജാവിൻ്റെ ഭരണകാലത്ത് നടന്ന സംഭവമാണ് പലിശം വെയ്പ്പ് എന്ന ഐതിഹ്യത്തിന് ആധാരം. അക്കാലത്ത് ആലപ്പാട്ട് തീരത്ത് ഒരു ഭീകരനായ മകരമത്സ്യത്തിൻ്റെ ആക്രമണമുണ്ടായി. അത് കടലിൽ മീൻ പിടിക്കാനെത്തുന്നവർക്കും തീരദേശവാസികൾക്കും ഭീഷണിയായി. ആദിശമുത്തരയൻ ആകുലചിത്തനായി. പ്രജകളെ സംരക്ഷിക്കാൻ തനിക്കാവുന്നില്ലല്ലോ എന്നോർത്ത് മനം നൊന്ത് അദ്ദേഹം രാജസഭ വിളിച്ചു. തിരുവിതാംകൂറിൻ്റെ വടക്കേ അറ്റത്ത് കായംകുളത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്ന ദേശമാണ് ഈ ആലപ്പാട്. അരേ വിഭാഗമാണ് ഇവിടെ അധികവും. നാടുവാഴി എന്നർത്ഥം വരുന്ന ഈ അരജൻ എന്ന പദത്തിൽ നിന്നാണ് ഇങ്ങനെ അരയൻ ഉണ്ടായത് എന്ന് ചരിത്രം. ദേശത്തിൻ്റെ ഭരണാധികാരികളായിരുന്നു അരയന്മാർ. സമൂഹത്തിൽ പ്രാമുഖ്യമുള്ളവരായിരുന്നു ഇവർ. അധികം പേരും അതിസാഹസികമായ പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലിട്ട് കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്നവരായതുകൊണ്ടാണ് ആരാധനയ്ക്ക് ഇവർ കൂടുതൽ താല്പര്യം കാട്ടുന്നത്. വിഷ്ണു, ശിവൻ, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ തുടങ്ങിയ ദേവന്മാരെയും ദേവിയോടൊപ്പം ഇവർ ആരാധിച്ചു വരുന്നു. അപ്പോൾ ഇവിടുത്തെ ആദിശമുത്തരയൻ്റെ കാലത്ത് നടന്നൊരു ചടങ്ങാണിത്, നടന്നൊരു സംഭവമാണിത്. ആദിശമുത്തരയൻ ഇങ്ങനെ മകരമത്സ്യത്തെ പ്രജകളെ സംരക്ഷിക്കാൻ തനിക്കാവുന്നില്ലല്ലോ എന്നോർത്ത് മനം നൊന്ത് രാജസഭ വിളിച്ചു. മകരമത്സ്യത്തെ കീഴ്പ്പെടുത്തി ഭീതി അകറ്റുന്നവർക്ക് തൻ്റെ മകളെയും ഒപ്പം സ്വത്തും നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അന്യദേശങ്ങളിൽ നിന്ന് വന്ന മല്ലന്മാർ പോലും മകരമത്സ്യത്തെ കീഴ്പ്പെടുത്താനാവാതെ പരാജയപ്പെട്ട് മടങ്ങി. അപ്പോൾ ജടാവൽക്കലധാരിയായ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ട് മകരമത്സ്യത്തെ താൻ കീഴ്പ്പെടുത്താമെന്ന് അറിയിച്ചു. മകളെ വിവാഹം കഴിച്ച് നൽകാമെന്ന വ്യവസ്ഥ ലംഘിക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഈ സന്യാസി. രാജാവ് സമ്മതിച്ചു. കടപ്പുറത്ത് പടർന്നു കിടക്കുന്ന അടമ്പ് വള്ളികളിൽ ഒന്ന് കൊണ്ടുവരാൻ സന്യാസി നിർദ്ദേശിച്ചു. ഭടന്മാർ അനുസരിച്ചു. വള്ളി കയ്യിലെടുത്ത് ധ്യാനനിരതനായ സന്യാസി അത് രണ്ടായി മടക്കി നടുഭാഗം കടലിൽ വീഴത്തക്ക രീതിയിൽ കടലിലേക്ക് എറിഞ്ഞു. അദ്ദേഹം വീണ്ടും ധ്യാനനിരതനായപ്പോൾ വള്ളിയുടെ രണ്ടറ്റങ്ങൾ കരയിലേക്ക് നീണ്ടുവന്നു. രണ്ടു വശവും നിന്ന യോദ്ധാക്കളോട് അത് പിടിച്ച് കരയിലേക്ക് വലിക്കാൻ നിർദ്ദേശിച്ചു. കുറേയധികം നീളത്തിൽ വള്ളിയുടെ രണ്ടറ്റങ്ങൾ കരയിലെത്തിയതല്ലാതെ ഭീകര മത്സ്യം കുടുങ്ങിയില്ല. വീണ്ടും ധ്യാനനിരതനായ ശേഷം ഓ വേലോ എലേലോ എന്ന വായ്ത്താഴിയോടെ വള്ളി വലിക്കാൻ സന്യാസി പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, ഭീകര രൂപമുള്ള മകരമത്സ്യം വള്ളിയിൽ കുരുങ്ങി കരയിലേക്കെടുത്തു. ഉടൻ ഒരു ദിവ്യപ്രഭയോടെ അത് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു. രാജാവ് സന്തുഷ്ടനായി തൻ്റെ മകളെ സന്യാസിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോൾ സന്യാസി മകരമത്സ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തി. ശനിദോഷബാധയാൽ വിഷമിച്ച ശ്രീ മുരുകദേവൻ ശനിയുടെ ദൃഷ്ടിയിൽ പെടാതിരിക്കാൻ മകരമത്സ്യത്തിൻ്റെ രൂപം പൂണ്ട് കടലിനടിയിൽ ഒളിച്ചതാണെന്നും കണ്ടകശനിയുടെ അപഹാരം തുടങ്ങിയപ്പോഴാണ് ആക്രമണ സ്വഭാവം കാട്ടിയതെന്നും തൻ്റെ പുത്രനെ രക്ഷിക്കാനെത്തിയ പരമശിവനാണ് താനെന്നും സന്യാസി വെളിപ്പെടുത്തി. രക്ഷപ്പെട്ടപ്പോൾ ഉടൻ തന്നെ അമ്മയായ പാർവതിയെ കാണാൻ വേണ്ടി കൈലാസത്തിലേക്ക് മകൻ പോവുകയും ചെയ്തു. മുരുകൻ
രാജാവിൻ്റെ മകൾ ദിവ്യാത്മാവാണെന്നും അവൾക്ക് പരമശിവനിൽ ലയിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സമയമായെന്നും പരമശിവൻ അറിയിച്ചു. പ്രിയപുത്രിയെ പിരിയുന്നതിനുള്ള രാജാവിൻ്റെ ദുഃഖം മനസ്സിലാക്കിയ പരമശിവൻ പരിഹാരമായിട്ട് ആണ്ടിലൊരിക്കൽ ഊരിലെത്തി ദർശനം നൽകുമെന്ന് അറിയിച്ചു. തുടർന്ന് ഭഗവാൻ അപ്രത്യക്ഷനായി. ഇതിനിടെ പന്തള രാജാവുമായി ബന്ധപ്പെട്ട് ആദിശമുത്തരയൻ രാജാവ് ശിവനും പാർവതിക്കും വേണ്ടി ചെങ്ങന്നൂരിൽ ക്ഷേത്രം പണിയിച്ചു. കുംഭമാസത്തിലെ തിരുവോണവും ചതുർദശിയും ചേർന്ന നാളിൽ ആദിശമുത്തരയന് പരമശിവനും കുമാരീദേവിയും പ്രത്യക്ഷപ്പെട്ട് ദർശനം നൽകാറുണ്ടെന്നാണ് ഐതിഹ്യം. മുത്തരയൻ്റെ കാലശേഷം കുടുംബത്തിൽപ്പെട്ടവരും നാട്ടിലെ പ്രമാണിമാരും ഓരോ കരയിൽ നിന്നും തീരുമാനിക്കപ്പെടുന്നവരും ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെത്തി ദേവിക്ക് പരിശം അഥവാ സ്ത്രീധനം എന്ന അവകാശം വെച്ച് ശിവപാർവതിമാരെ ഭജിക്കുന്നു. ഈ ചടങ്ങ് മുടക്കം കൂടാതെ ഇന്നും ആചരിക്കപ്പെടുന്നു. ഇങ്ങനെ ശനിബാധയിൽ നിന്ന് സ്വന്തം പുത്രനെ രക്ഷിച്ച ഭഗവാനെ തന്നെ മനുഷ്യർ ശനിബാധയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ആശ്രയിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ശിവഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. നന്ദി, നമസ്കാരം.